പ്രിയരെ നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം മൂവി വേൾഡിൽ മാപ്പിളപ്പാട്ട് ഗസൽ രചയിതാവ്, ബിസിനസ്മാൻ, സാമൂഹ്യ കാരുണ്യ പ്രവർത്തകൻ, അതിലുപരി കോഴിക്കോട് ഫോക്കസ് മാളിൻ്റെ സിഇഒയുമായ സലാം കെ ആണ് കൂടെയുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. താങ്ക് യു. സലാം ക എന്ന് തന്നെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അത്രയും ആളുകളുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, വളരെ സ്നേഹത്തോടെ. അതൊരു സലാം കെ എഴുതിയൊരു രചനയിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? സ്നേഹമുള്ള ആളുകൾ മാത്രമാണ് ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ എന്ന്. സ്നേഹം തുടിക്കുന്ന ആളുകൾ. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഞാൻ തന്നെ എന്നെ പറ്റി എഴുതുന്നത് സലാം ക ഫോക്കസ് മാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ സലാം ഫോക്കസ് മാൾ പോരേന്ന്. അപ്പോൾ എന്നെ വളരെ വർഷങ്ങളായി, ഞാൻ ഗൾഫിലായിരുന്ന സമയത്തും ഇവിടെ വന്നതിന് ശേഷമൊക്കെ പൊതുവെ കൂടുതലും എൻ്റെ ഫ്രണ്ട്സും കൂടുതൽ സഹവസിക്കുന്നതും ഒക്കെ എന്നെക്കാൾ കുറച്ചൊക്കെ ചെറുപ്പം ആയ ആൾക്കാരുമായിട്ടാണ്. അതുകൊണ്ടാവും എല്ലാവരും എന്നെ സലാം ക എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടവുമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു തൂലികാ നാമം പോലെ വേണമെങ്കിൽ പറയാം, സലാം ക ഫോക്കസ് മാൾ എന്ന് എഴുതി തുടങ്ങിയത്. അത് എല്ലാ സലാം കയുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും എല്ലാത്തിലും സലാം ക ഫോക്കസ് മാൾ എന്നാണ് കാണുന്നത്. സലാം ക ഫോക്കസ് മാളിന്റെ സിഇഒ ആയിട്ട് എത്ര വർഷമായി? ഞാൻ യഥാർത്ഥത്തിൽ 2006 അലൈൻ UAE വിട്ട് അവിടുന്ന് എന്താ പറയുക റിട്ടയർ ആയിട്ട് പോരുന്നത്. അവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. റിട്ടയർ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് 2006. എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അവിടെ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ സർവേ എഞ്ചിനീയർ, ചീഫ് സർവേയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആ പോസ്റ്റിൽ ഇരുന്നിട്ടാണ് ഞാൻ റിട്ടയർ ആയിട്ടുള്ളത്. നാട്ടിൽ വന്ന ശേഷം 2006 ഓഗസ്റ്റിലാണ് ഞാൻ നാട്ടിൽ വന്നത്. ഓഗസ്റ്റ് 8 ഞാൻ നാട്ടിലെത്തിയത്. ഏകദേശം ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ഇവിടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഈ ബിസിനസ് ഗ്രൂപ്പിൽ ഫോക്കസിൻ്റെ ബിസിനസ് റിജൻസി ഗ്രൂപ്പ് എന്ന് പറയും ദുബായിൽ. നമ്മുടെ പാലസിൽ വെച്ച് സൈബിൽ പാലസിൽ വെച്ച് പെട്ടെന്ന് മരണപ്പെട്ട് അസ്ലമിൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഈ റിജൻസി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പുമായിട്ടും അതിൻ്റെ ഓണേഴ്സുമായിട്ടും വളരെ ചെറുപ്പം മുതലേ അവരുടെ ഫാദറും എൻ്റെ ഫാദറും വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു. ഒരേ നാട്ടുകാരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളൊക്കെ പഠിച്ചത് ഒരേ സ്കൂളിലാണ്. ചെറുപ്പം തൊട്ട് അവരുമായിട്ട് ബ്രദേഴ്സുമായിട്ടൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ആ ബന്ധം സൂക്ഷിച്ചിരുന്നു. ഞാനവിടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവരൊക്കെ അവിടെ വരാറും ഞാൻ ദുബായിൽ പോയാൽ അവിടെ അവരുടെ അടുത്തൊക്കെ പോയിട്ടാണ് താമസിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അസ്ലമുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അപ്പം ഞാൻ അവിടെയുള്ള സമയത്ത് തന്നെയാണ് 2005 അസ്ലം മരണപ്പെട്ടത്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. 2006 ഞാൻ പോരുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി UAE-യിലെ ദുബായിലെ ഒക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു മരണമാണ് അസ്ലമിൻ്റെ മരണം. തീർച്ചയായിട്ടും. കാരണം അത്രയും പ്രതിഭാശാലിയായിരുന്നു, വളരെ ചെറുപ്പമായിരുന്നു, കാരുണ്യ ഹൃദയമുള്ള ആളായിരുന്നു. ഒരുപാട് അത് അവർണ്ണനീയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കതിനെപ്പറ്റി പറഞ്ഞാൽ ഞങ്ങളൊക്കെ വളരെ വാചാലരായിത്തീരും പറയും. കാരണം നമ്മളാരും അറിയാത്ത പതിനായിരക്കണക്കിൽ ആളുകളെ അദ്ദേഹം സഹായിച്ചിരുന്നു. വ്യക്തികളെയും സംഘടനകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മറ്റു പ്രസ്ഥാനങ്ങളെയും ഒക്കെ അദ്ദേഹം സഹായിച്ചിരുന്നു. അതൊക്കെ അതിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ അറിയുന്നത് തന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. തീർച്ചയായിട്ടും. പലരും ഇവിടെയൊക്കെ വരികയും കുടുംബവുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവരെയിട്ടൊക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് മറ്റൊരു ഹിസ്റ്ററിയാണ്. ഈസ് എ ലെജൻഡറി പേഴ്സൺ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ എഴുത്ത് എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട് സലാം കയുടെ ജീവിതത്തിൽ. അതായത് ഉത്തമ ഭരണകൂടം ഉദാത്ത മാതൃക എന്നുള്ള ഒരു പുസ്തകം സലാം ക രചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രവാസ ലോകത്തെക്കുറിച്ചും ഷെയ്ഖ് സായിദിൻ്റെ ഭരണത്തെക്കുറിച്ചും ഒക്കെയാണ്. എന്താണ് അങ്ങനെ ഒരു പുസ്തകം രചിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് ഞാൻ അവിടെ താമസിച്ച 32 വർഷക്കാലം അവിടെ ഭരിച്ചിരുന്നത് ഷെയ്ഖ് സായിദ് തന്നെയാണ്.
അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം തന്നെ ആയിരുന്നു അബുദാബിയുടെ റൂളറുമായിരുന്നു. അതേസമയം തന്നെ UAE-യുടെ ഫൗണ്ടർ പ്രസിഡൻറ്റുമാണ്. UAE എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ തലയിൽ ഉദിച്ചതാണ്. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് ഷെയ്ഖ് റാഷിദ് മർഹൂം ദുബായിയുടെ റൂളറായിരുന്നു. അവർ രണ്ടുപേരും കൂടിയുള്ള കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ UAE രൂപപ്പെടുന്നത്. അതിനു മുമ്പ് 7 എമിറേറ്റ്സുകളുടെ ആയി മാറി ഡിഫറെൻറ്റ് റൂളേഴ്സുമായിട്ട് ആയിരുന്നു അവിടുത്തെ ഭരണവ്യവസ്ഥ. അത് 7 കൂടി ഒന്നിച്ച് ചേർക്കാനും അത് ഒന്നിച്ച് ചേർത്ത് ഒരു ഫെഡറേഷൻ ആയിട്ട് മാറ്റാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പേര് നൽകാനും അതിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ചുമതലയേൽക്കാനും ഒക്കെ ശ്രമിച്ചത് ഷെയ്ഖ് സായിദാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നത് വരെ UAE-ൻ്റെ പ്രസിഡൻ്റായിരുന്നു, അബുദാബിയുടെ റൂളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അബുദാബി റൂളറായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ് ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഭരണ ക്രമങ്ങളൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് നല്ലത് പറയാത്ത ഒരാളും UAE-യിലുള്ളവരാവട്ടെ ഇതര ഗൾഫ് നാടുകളിലുള്ളവരാവട്ടെ മറ്റ് ലോകത്ത് ഉള്ള ഏത് നാട്ടുകാരാവട്ടെ അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രകാരിൽ ഉള്ള ഒരു ചരിത്രത്തിലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരറിവ്. തീർച്ചയായും ഞാൻ ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതം നേരിട്ട് കണ്ട് പഠിച്ച ഒരാളാണ് ഞാൻ ശരിക്ക്. കാരണം എൻ്റെ അവിടുത്തെ ജീവിതകാലത്ത് മുഴുവൻ അദ്ദേഹമായിരുന്നു അവിടുത്തെ റൂളർ. അദ്ദേഹം മറ്റ് ഒരു ഏകാധിപത്യം നടക്കുന്ന മറ്റ് നാടുകളിൽ നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യത്യസ്തമായിരുന്നു UAE. ഷെയ്ഖ് സായിദിൻ്റെ UAE ഇന്ന് മക്കളും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ അത്രയും ലിബറൽ അല്ല അതിൻ്റെ ശേഷം വന്നവരാവട്ടെ മറ്റ് നാടുകളാവട്ടെ അല്ല. ഇപ്പോൾ ദുബായ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൺസെപ്റ്റും അല്ലെങ്കിൽ റിയാദ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അത് ആ ഒരു കൺസെപ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിഷണറി ലീഡറായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഇതൊക്കെ ഒരു ഡിഫറൻ്റായിട്ട് കണ്ടുകൊണ്ട് ഒരു മുസ്ലിങ്ങൾക്ക് മാത്രം ചില പ്രത്യേകത മറ്റവരെ ഒന്നും വേറിട്ട് കാണുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാട്ടുകാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വെളിയിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ അങ്ങേയറ്റം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. അവരുടെ ഇപ്പം നമ്മളവിടെ നിൽക്കുന്ന കാലം അത്രയും എൻ്റെ അനുഭവം വെച്ച് ഓരോ സമയത്തും എല്ലാ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് അതിനൊക്കെ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതം അവർക്ക് എളുപ്പമാക്കുന്ന ഒരു ശൈലിയായിരുന്നു. വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും എല്ലാ രംഗത്തും ഇന്ത്യക്കാരോട് പ്രത്യേക താല്പര്യമായിരുന്നു. അവിടെ ഏറ്റവും കൂടുതലുള്ള ഫോറിൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് ആണ് നമ്പർ 1 എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുമാത്രമല്ല ഒരു താഴ്ന്ന ഒരു ജോലി, വളരെ താഴ്ന്ന നിലം തുടക്കുന്ന ഒരു ജോലി ചെയ്യുന്നവരും ഇന്ത്യക്കാരിൽ നിന്നുണ്ട്. വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് ഇപ്പോൾ ഉദാഹരണം അസ്ലം തന്നെ അവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ സൈബിൽ പാലസ് എന്ന് പറഞ്ഞാൽ ഭരണസിരാ കേന്ദ്രമാണ്. അതിൻ്റെ ജനറൽ മാനേജർ പോസ്റ്റിലായിരുന്നു. അത്രയും ഉയർന്നൊരു പോസ്റ്റ് ഒരു ഇന്ത്യക്കാരന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അസ്ലം അറിഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം ഉള്ള കാലത്ത് നടന്നിരുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാർ പൊതുവേ വിശ്വസ്തരും നല്ല മനുഷ്യരുമാണ്, പിന്നെ ഡിസിപ്ലിൻഡാണ്, പിന്നെ നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇപ്പോഴും ആ ധാരണ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യക്കാരിൽ നിന്നും പല വേണ്ടാത്തരങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ല സമാധാനം കാക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സലാം കാക്ക് സ്വതന്ത്രമായിട്ട് അവിടെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സോഷ്യൽ സെന്റർ അങ്ങനെ വേറെ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷേ അതിൽ ഗവൺമെൻറ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അംഗീകരിച്ചു കൊടുത്ത ഏക സംഘടന അലൈനിൽ പിന്നെ ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ അലൈൻ എന്ന സംഘടനയാണ്. അതിലെല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ടായിരുന്നു. ഡൽഹി മുതൽ
കന്യാകുമാരി വരെയുള്ള, കശ്മീർ ടു കന്യാകുമാരി വരെയുള്ള ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ അതിൽ മെമ്പർമാരായിരുന്നു. നാച്ചുറലി അവിടെ ഗൾഫ് നാടുകളിൽ, ഏത് ഗൾഫ് നാട്ടിൽ പോയാലും ഏറ്റവും കൂടുതൽ മെജോറിറ്റി മലയാളികൾക്കായതുകൊണ്ട് അതിലൊക്കെ ഡൊമിനേറ്റ് ചെയ്തിരുന്നത് മലയാളികളായിരുന്നു എന്ന് മാത്രം. പക്ഷേ മറ്റെല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരും പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും മറ്റു നിലക്കൊക്കെ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും മെമ്പർമാരായിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സെലിബ്രേഷൻസും നമ്മൾ അവിടെ ആഘോഷിക്കാറുണ്ടായിരുന്നു. എല്ലാം ഓണം, വിഷു, പിന്നെ നവരാത്രി, ഒന്നിനും ഒരു തടസ്സമില്ല. എല്ലാം പെർമിഷൻ എടുത്തിട്ടാണ് ഒക്കെ ചെയ്യാറ്. പെർമിഷൻ കൊടുത്താൽ അവർ തരും. ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു ഭരണക്രമം അനുസരിച്ച്, ഭരണരീതി അനുസരിച്ച് ഇതൊക്കെ ഫോളോ ചെയ്യണമെന്ന് തോന്നിപ്പോയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണമെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമായിട്ട് ഇവിടെ ഒരു നല്ലൊരു സംഘടന ഞാൻ വന്നതിന്റെ ശേഷം രൂപീകരിക്കപ്പെട്ടു. ഞാൻ അതിലേക്ക് വരികയായിരുന്നു, ആശയിലോട്ട് വരികയായിരുന്നു. ആശയല്ല ആശ അത് അതിന്റെ മാത്രമല്ല, അത് അതിന്റെ കൾച്ചറൽ, ഹ്യൂമാനിറ്റേറിയൻ, പിന്നെ സോഷ്യൽ ആൻഡ് മ്യൂസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലായിട്ടുള്ളത്. അതല്ല, ഞങ്ങൾ ഈ അൺലൈൻ UAE ഒരു പ്രത്യേക സ്ഥലമാണ്. അതെ, തീർച്ചയായിട്ടും. ആരോടും അവിടെ വളരെ സ്പേഷ്യസ് ആണ്, വിശാലമായ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ഫാംസും മരങ്ങളും ചെടികളും തോട്ടങ്ങളും പുഷ്പങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വളരെ സമാധാനപരമായിട്ട് മറ്റേ എമിറേറ്റ്സിൽ ഉള്ള ആളുകളൊക്കെ എപ്പോഴും ടൂർ പോകുന്ന ഒരു സ്ഥലമാണ് അല്ലൈൻ. അപ്പോൾ ആ അല്ലൈനിൽ ആണ് എൻ്റെ ജീവിതം മുഴുവനും. 5 വർഷം അബുദാബിയിൽ ഒഴിച്ചാൽ 75 മുതൽ 80 വരെ അബുദാബിയിൽ ജീവിച്ചതൊഴിച്ചാൽ ബാക്കി മുഴുവൻ ജീവിതവും അല്ലൈനിലാണ്. ആ അല്ലൈനിലെ സോഷ്യൽ സംഘടനകളുമായിട്ടും അവിടുത്തെ പ്രവാസികളുമായിട്ടും അല്ലാത്തവരുമായിട്ടും ഒക്കെയാണ് എനിക്കുള്ള ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം. ടൗൺ പ്ലാനിങ് എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സർവേ എഞ്ചിനീയറായിട്ട് ഞാനവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ലോക്കൽ അറബികൾ വരുന്നതും അവരുടെ പല കാര്യങ്ങൾക്കും അംഗീകാരം വാങ്ങി പോകുന്നതും ഒരു സ്ഥാപനമാണ് ഈ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. ടൗൺ പ്ലാനിങ്ങിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ അവിടെ എന്തും ചെയ്യാൻ പറ്റൂ. അതിലിങ്ങനെ പല കാര്യങ്ങൾക്കും അംഗീകാരം കൊടുക്കുന്ന അതിൻ്റെ യൂട്ടിലിറ്റി സെക്ഷനിൽ ആണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അറബികളുമായിട്ടും എനിക്ക് ബന്ധപ്പെടാനും ഒത്തിരി അറബികൾ പിന്നെ സ്നേഹിതന്മാരായിട്ടുണ്ട്. ഇപ്പോഴും ആ സ്നേഹം സൂക്ഷിക്കുന്നുണ്ട്. പലരും വാട്സപ്പിലൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ അവരെയൊക്കെ വീട്ടിലൊക്കെ പോവുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാവരായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ അതിൽ നിന്നും അറബികളുടെ പൊതുവെയുള്ള സ്വഭാവം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നേരിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വലിയ ഇഷ്ടമാണ്. എല്ലാ അറബികൾക്കും ഇന്ത്യക്കാരെ ഇഷ്ടമാണ്. ചില അരോചകമായ സംഭവങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാവാം. എങ്കിൽ തന്നെയും ജനറലി അറബികൾക്ക് നമ്മളെ ഇന്ത്യക്കാരെ ഇഷ്ടമാണ്. അതിന്റെ ഒരു ഇംപ്ലിമെന്റ് ആണോ ഇവിടെ നടത്തിയിട്ടുള്ളത്? എന്താ പറയുക, അല്ലൈനിൽ ഞങ്ങൾ അവിടെ ജീവിച്ചത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ അല്ലൈനിൽ ജീവിച്ചിരുന്ന ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, അത് എല്ലാവരും കൂടി ഒരു ഫാമിലി ജീവിച്ചതുപോലെയാണ് ഞങ്ങൾ അല്ലൈനിൽ ജീവിച്ചിരുന്നത്. പരസ്പരം അറിയാത്തവർ വളരെ കുറവായിരുന്നു. മറ്റ് എമിറേറ്റുകളെ അപേക്ഷിച്ച് ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ ഷാർജ ഒക്കെ അപേക്ഷിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലൈനിൽ കുറവാണ്. 1-2 ലക്ഷം ആണെന്ന് ഉള്ള കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവാം. പക്ഷേ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് പരസ്പരം അറിയുന്നവരായിരുന്നു. എന്ത് കാര്യങ്ങൾ ആര് നടത്തുമ്പോഴും എല്ലാവരെയും വിളിക്കും, എല്ലാവരും ഒത്തുകൂടും. ഇന്ന് ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അവിടെ ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറഞ്ഞാൽ ഞാൻ അവരുമായിട്ടൊക്കെ ഇപ്പോഴും, അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇടയ്ക്കൊന്നും അല്ലൈനിൽ പോകും. 2-3 ദിവസം അവിടെ താമസിച്ചിട്ട് വരും. അത് അല്ലൈനിനോടും അവിടെ ജീവിക്കുന്നവരോടുള്ള ആ ഒരു പ്രിയം കൊണ്ട് മാത്രമാണ് ആ പോക്ക്. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഞാൻ വെറും മലയാളികളെ മാത്രമല്ല കാണുന്നത്, ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അവരൊക്കെ പോയി കാണും ഉള്ള സമയം കൊണ്ട്. അറബികളെ കാണും. എൻ്റെ പഴയ ഓഫീസിൽ ഞാൻ മറക്കാതെ പോവും എപ്പോഴും. അവിടെ ഒരാഴ്ചയൊക്കെ നിൽക്കണമെങ്കിൽ 2-3 തവണയൊക്കെ ഞാൻ ഓഫീസിൽ പോകും. കാരണം എന്നെ വിളിക്കും അവരൊക്കെ. അവിടെയുള്ള ഇപ്പോൾ ഏകദേശം മലയാളികളും ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ ഇല്ല. എല്ലാ അറബികളും മാത്രമാണ്. കൂടുതലും ലോക്കൽസ് തന്നെയാണ്. പിന്നെ സ്വല്പം അറബ് നാഷണൽസും മറ്റുള്ളവർ ഈജിപ്ഷ്യൻസും സിറിയൻസും ഒക്കെ കാണും. അത് എന്നാലും ഞാൻ പോകാറുണ്ട്. സലാംക്ക ഒരു മികച്ച സംഘാടകൻ കൂടിയാണ്.
എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ്. ഒരുപാട് പുതുതലമുറകളിലുള്ള കലാകാരന്മാരെ കൂട്ടിപ്പിടിക്കാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നേരത്തെ പറഞ്ഞ പോലെ ആശയുടെ പ്രവർത്തനങ്ങൾ, ഈ ഒരു സംഘാടന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അതിന് ഒരു കാരണം, അതിനുള്ള ഒരു പരിശീലന ആ ഒരു കളരി എനിക്ക് ഞാൻ പഠിച്ചത് ശരിക്ക് അല്ലൈനിൽ നിന്നാണ് ശരിക്കും പഠിച്ചത്. ഇനി അല്ലൈനിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു 8.5 വർഷക്കാലം മഹാരാഷ്ട്രയിൽ ജീവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഞാൻ തിരൂർ സീൽ സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൽ നിന്ന് 1966 സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായതാണ്. എൻ്റെ എഡ്യൂക്കേഷനാണ് അതാണ്. അത് പാസ്സായതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് ഒരു ജോലി കിട്ടുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര PWDയിൽ ഞാൻ അവിടെ ജൂനിയർ എഞ്ചിനീയറായിട്ടാണ് എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അങ്ങനെ ഞാൻ അവിടെ ഒരു 8.5 വർഷക്കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പൂനെയിൽ നിന്നൊരു 75 മൈൽ ദൂരെ അഹമ്മദ് നഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേര് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ഈ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ പേര് പിന്നെ അഹല്യ നഗർന്നോ മറ്റോ ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനൊരു ട്രെൻഡ് ഇപ്പം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന കാലത്തും പിന്നെ ഈ ഒരു സംഘടനാബോധമുണ്ട് എനിക്ക്. അവിടെ മലയാളി സമാജം, അഹമ്മദ് നഗർ മലയാളി സമാജം എന്നൊരു സമാജത്തിന് രൂപം കൊടുക്കുന്ന ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാനുണ്ട്. പിന്നെ ഞാൻ പോരുന്നവരെ അതിൽ പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്തും ഉണ്ട് ഈ അസുഖം. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഹൈസ്കൂളിൽ 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് പഠിക്കുന്ന കാലത്ത് തന്നെ, പോളിടെക്നിക്കിൽ പഠിക്കുന്ന കാലത്തും ഒക്കെ ഞാൻ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടുതലും കലയും പിന്നെ സംഗീതവും പിന്നെ സ്പോർട്സും ഒക്കെ ആയിരുന്നു അന്നത്തെ പ്രവർത്തനങ്ങളും. പിന്നെ ചെറുപ്പം തൊട്ടേ നന്നായിട്ട് വായിക്കുന്ന ശീലമുള്ളത് കൊണ്ട് വായനശാലകൾ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഫുട്ബോള്, വോളിബോൾ തുടങ്ങിയ കളികൾ എല്ലാറ്റിലും താല്പര്യനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ അസോസിയേഷൻസും ക്ലബ്ബുകളും വായനശാലകളും ഒക്കെ ഒരുപാടെണ്ണം രൂപീകരിക്കുന്നതിലും അത് കൊണ്ടു നടക്കുന്നതിലൊക്കെ ഉള്ള താല്പര്യം അന്നേ ഉണ്ടായിരുന്നു. അതിൻ്റെ പാരമ്യത്തിലെത്തിയത് പിന്നെ അല്ലൈനിൽ ചെന്ന ശേഷമാണ്. 5 വർഷം അബുദാബിയിൽ താമസിച്ച കാലത്ത് സംഘടനകളിലൊന്നും മെമ്പറായിരുന്നില്ല. പരിപാടികളൊക്കെ കാണാൻ വേണ്ടി പോകും എന്നല്ലാതെ എവിടെ മെമ്പർഷിപ്പ് എടുക്കുക പ്രവർത്തിക്കുകയൊന്നും ചെയ്തിരുന്നില്ല. കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് സമയം കിട്ടില്ലായിരുന്നു. അല്ലൈനിൽ ചെന്നതിന് ശേഷം ഉച്ചക്ക് ഒരു 2-2:30 മണി വരെ ജോലി ഉണ്ടാവുള്ളൂ. ഗവൺമെൻറ് ജോലി രാവിലെ 7 മുതൽ ഉച്ചക്ക് പിന്നെ 2:30 വരെ. ഗവൺമെന്റ് ജോബൊക്കെ അങ്ങനെയാണല്ലോ, കുറച്ച് റിലാക്സേഷനുള്ള നമുക്കൊരു സമയം കിട്ടും. അതെ അതെ അതെ. ആഫ്റ്റർനൂൺ ഫ്രീ ആണ്. അതെ. അപ്പം കുറച്ച് നേരം വന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ ചെറിയ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങിയാൽ ഇങ്ങനത്തെ കുറേ മീറ്റിങ്ങുകളും സംഘാടനങ്ങളും പിന്നെ മറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് അതിൽ വ്യാപൃതന ആയിരുന്നു അക്കാലത്ത്. അതുകൊണ്ടാണ് എത്ര കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനും കോണ്ടാക്റ്റ് ഒരുപാട്. ഞാൻ അവിടെ മാത്രമല്ല, ഞാൻ ദുബായിലും പല സംഘടനകളിലും മെമ്പറായിരുന്നു. ദുബായ് ആണല്ലോ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത്. അവിടെയും പല സംഘടനകളിലും ഞാൻ മെമ്പറായിരുന്നു. അവരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ക്ഷണിക്കാറുണ്ടായിരുന്നു. അപ്പം അതങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിൽ നിന്ന് ഉള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പം വർഷങ്ങൾക്ക് ശേഷം 40 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. 20ാമത്തെ വയസ്സിൽ ഞാൻ നാട് വിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ ഗൾഫിൽ നിന്ന് 60ാമത്തെ വയസ്സിൽ റിട്ടയർ ആകുമ്പോൾ 20ാമത്തെ വയസ്സിൽ പോയിട്ട് ഏകദേശം 40 years ഞാൻ നാട്ടിൽ ഇല്ല. വന്നു പോവുക എന്നല്ലാതെ. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി സ്ഥിരതാമസം ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. അപ്പോഴിവിടെ ഇങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പോകുന്ന കാലത്ത് വളരെ നല്ല ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മുടെ. ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒറ്റ വീട്, ഒറ്റ അമ്മ അച്ഛൻ എന്നൊക്കെ തോന്നാവുന്ന രൂപത്തിലായിരുന്നു അന്ന്. എല്ലാവരും ഒന്നായിട്ടുള്ള ഒരു നല്ല ജീവിതമായിരുന്നു അന്ന്. ഇത്രയേറെ നമ്മൾ ഈ ജാതി സ്പർദ്ധകളോ വേറിട്ട് കാണുന്നതോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അന്ന് അതൊന്നും അറിയേ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. അന്ന് അതിന് വിശപ്പിന്റെ ഒരു കാലമായിരുന്നു. അപ്പൊ പരസ്പരം കൊടുക്കലും അതാണ്. ഇന്ന് നമുക്ക് ഉള്ളത് ഒരുപാട് സുഭിക്ഷതയുടെ കാലമായപ്പോ എല്ലാവരും പരസ്പരം വിട്ടുപോകുന്നു. അതെ, ഓരോരുത്തർക്കും അവനവൻ്റെതായ മനുഷ്യന്റെ മനസ്സ് കൂടുതൽ കുടുങ്ങി
വരുന്ന ഒരു രൂപമുണ്ടായി. അതുകൊണ്ട് സലാംക്ക ഇപ്പോൾ പറഞ്ഞല്ലോ 60ാമത്തെ വയസ്സിലാണ് നാട്ടിലോട്ട് തിരിച്ചെത്തിയത്. ഈ 60 വർഷം ഒരു മനുഷ്യൻ പിന്നെ ഗൾഫിലും തൻ്റെ ജീവിതം യൗവനത്തിലാണല്ലോ പോയത്, 20 വയസ്സിൽ. അതൊക്കെ കഴിഞ്ഞിട്ടും സലാംഖാനെ കണ്ടാൽ അല്ലെങ്കിൽ സലാംഖയുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഒരു പ്രായമായി എന്ന് തോന്നില്ല. എനിക്ക് തോന്നുന്നത് പലരും പറയാറുണ്ടല്ലോ, നമുക്ക് കവിതകളൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾ വളരെ യങ് ആയിട്ടിരിക്കും എപ്പോഴും. അതാണോ രഹസ്യം ഈ എഴുത്തുകളുടെയൊക്കെ? പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പ്രണയ ഗാനങ്ങളും ഗസലുകളും മാപ്പിളപ്പാട്ടുകളൊക്കെ എഴുതി. അപ്പോൾ ഈ പ്രണയം ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണോ ഇത്രയും എന്താ പറയാനുള്ളത്? പ്രണയം ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വികാരമാണല്ലോ. മനുഷ്യൻ്റെ പല വികാരങ്ങളുണ്ടല്ലോ മനുഷ്യന്. ആ വികാരങ്ങളിൽ ഏറ്റവും ഉത്തമമായ വികാരം എന്ന് പറഞ്ഞാൽ സ്നേഹമാണല്ലോ പ്രണയം. അപ്പോൾ അത് ചെറുപ്പം മുതലേ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഫീലിങ്ങും. മറ്റ് സ്നേഹിക്കുക, സ്നേഹം നൽകുക, സ്വീകരിക്കുക, അത് സ്വീകരിക്കുക എന്നത് ചെറുപ്പം തൊട്ടേയുള്ള ഒരു സ്വഭാവമാണ്. പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ആണല്ലേ? ആ ഒരു എനർജിയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരാളിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫോക്കസ് മാളിൻ്റെ ഒരു ഭാരിച്ച ജോലി ഇത് തന്നെ ഉണ്ടാവും. എന്നിട്ടും കൂടുതലും ഇതുപോലെയുള്ള കാര്യങ്ങളെ സംഘടിപ്പിക്കുക, യൂത്തായിട്ടുള്ള കുറേ യുവജനങ്ങളെ സംഘടിപ്പിച്ച് പരിപാടികൾ, മാപ്പിളപ്പാട്ടൊക്കെ നടത്തുക എന്ന് പറയുന്നത്. ഒരു പാട്ട് പാടാവോ? അയ്യോ, പാട്ട് പാടാൻ എനിക്കറിയില്ല. സലാംക്കാട് ഏതെങ്കിലും ഒരു 2-3 വരികൾ, സലാംക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളൊന്ന് ജസ്റ്റ് ഒന്ന് മൂളിയാലും മതി. പാട്ട് പാടാറില്ല തീരെ, ഒന്നും കാണാതെ. എനിക്ക് തോന്നണ സലാംക്ക വെറും മാപ്പിളപ്പാട്ടുകളോ അല്ലെങ്കിൽ പിന്നെ ഗസലും മാത്രമൊന്നല്ല രചിച്ചിട്ടുള്ളത്. ഇപ്പോ ശ്രീകൃഷ്ണ ജയന്തിയുമായിട്ടൊരു പാട്ട് അല്ലേ, കൃഷ്ണഭക്തി ഗാനം. അതെ അതെ അതെ, എന്നും എന്നും എൻ്റെ ഉള്ളിൽ ഉണ്ട് നീ കൃഷ്ണ. അത് ഭയങ്കര രസമായിട്ടുണ്ട് ആ വരികള്. അതൊരു വല്ലാത്തൊരു ഫീൽ ചെയ്യുന്ന ഒരു വരി. ശ്രീ അയ്യപ്പനെ കുറിച്ചും ഞാനൊരു നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ചിലർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എഴുതി കൊടുത്തു. ആണല്ലേ? അതുപോലെ കവിതകളാകട്ടെ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകൾ ഈ അടുത്ത് എഴുതി അതിന് അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. പരിസ്ഥിതിയോടുള്ള സ്നേഹം അത് ചെറുപ്പത്തിലുള്ളതാണ്. നമ്മൾ വളരെ ചെറുപ്പത്തിൽ വളരുന്നതേ അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ വളരുന്നത് അന്ന് നാടൊക്കെ പച്ചയാണ്, ഇന്നും പച്ച തന്നെയാണ്. എങ്കിൽ തന്നെയും അന്ന് നമ്മളൊക്കെ ഇത്രയും ബാഹുല്യം അന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊക്കെ താമസിച്ചിരുന്നത് 1.5-2 ഏക്കർ സ്ഥലത്ത് ഒരു വീടാണ് അന്നിപ്പോൾ എൻ്റെ വീട്. അതുപോലെ തന്നെയാണ് എൻ്റെ തൊട്ടടുത്ത് റൈറ്റും ലെഫ്റ്റും എല്ലാ അടുത്തടുത്തുള്ള വീടുകളൊക്കെ അങ്ങനെ തന്നെയാണ്. 1.5-2 ഏക്കർ ഉണ്ടാവും, അതിലൊരു വീടുണ്ടാവും. അപ്പം അത് പോയിട്ട് ഇപ്പം ഇന്നൊക്കെ 10 സെൻറ്റും 5 സെൻറ്റും ഒക്കെ ആയല്ലോ. ടൗണിൽ മാത്രമല്ല, ഇപ്പം വില്ലേജുകളിലേക്ക് പോയാലും അടുത്തടുത്തൊക്കെയാണ് വീടുകളൊക്കെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രകൃതി സ്നേഹം കുറഞ്ഞു വരും. സ്വാഭാവികമാണ്. കാരണം പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുന്നത് നമുക്ക് കുറേ വിശാലമായിട്ടും വീട്ടിലൊക്കെ നല്ലോണം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അക്കാലത്തൊക്കെ. പിന്നെ ടൗണുകളിലായി മാറി. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും പിന്നെ അതിനെ സ്നേഹിച്ചിരുന്നു അന്നും ഇന്നും. ഇന്നും ഇഷ്ടമാണ്. അതുകൊണ്ട് പലയിടത്തുമൊക്കെ ടൂറ് പോകുമ്പോഴും ഇങ്ങനെ വർണ്ണാഭമായ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് താല്പര്യം. ആ വർണ്ണാഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള കവിതകളും പാട്ടുകളും ഒക്കെ അല്ലേ? ഒരു 2 വരി സലാംക്ക ഒന്ന് ഒന്നും ഓർമ്മയില്ല ഇപ്പൊ. കാണാതെ സ്വന്തം പാട്ട് പോലും 2 വരി കാണാതെ ഓർമ്മയില്ല. ഇഷ്ടപ്പെട്ട ആരെഴുതിയതായാലും വേണ്ടില്ല സലാംക്ക. ഞാൻ എഴുതിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരുപാടുണ്ട്. ഉമ്മാൻ്റെ കാലടിയിലുണ്ട് സുവർക്കമെന്നതല്ലേ പ്രവാചക തത്വം, ചുമ്മാതാ വാക്കു കേട്ടതല്ലാതെ ഒരുത്തരുമറിഞ്ഞില്ല അതിൻ്റെ മഹത്വം. ഇങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതിയ പാട്ട് തന്നെയാണ്. ഈ ആളുകളൊക്കെ ഇങ്ങനെ സമീപിക്കുമല്ലോ, ഇപ്പൊ പാട്ട് എഴുതി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്, അവര് ട്യൂണ് തരുകയാണോ ചെയ്യുക അതോ സലാം? അല്ല, ഞാൻ എഴുതിയിട്ട് ട്യൂൺ ചെയ്തിട്ട് കൊടുക്കലാണ്. ആണല്ലേ? ഞാനെല്ലാം ട്യൂൺ ചെയ്ത് ഞാൻ എഴുതി ഏതെങ്കിലും മ്യൂസീഷ്യൻസിനെ ഏൽപ്പിച്ചിട്ട് ചിലർ എഴുതി വാങ്ങിച്ചു പോകും, അവര് ട്യൂൺ ചെയ്യും. ഈ എം.എ. ഗഫൂർ കൂട്ടുകെട്ടൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു പ്രണയനോവ് എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തായിട്ടൊരു പിന്നെ ആൽബം തന്നെ ഇറക്കി.
അതൊക്കെ എങ്ങനെ ആളുകളിലേക്ക് എത്തുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെ? നല്ല പ്രതികരണമാണ്. ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ആണല്ലേ? നേരിട്ട് വിളിച്ചിട്ട് അഭിനന്ദിക്കുന്നത് 100 കണക്കിൽ ആൾക്കാരുണ്ട് വിളിച്ച പിന്നെ പലരും നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും ആൾക്കാര് നമ്മളെ എഴുത്തിനെ പറ്റി നല്ലത് പറയുമ്പോൾ എന്തായാലും നമുക്ക് നല്ല അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. വളരെ ഇഷ്ടമാണ്. ഇനി മോശം പറയുന്നവരോട് വെറുപ്പൊന്നുമില്ല. പലരും മോശം പറയുന്ന ആൾക്കാർ കാര്യം പറയാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പലതും നമുക്ക് പിന്നീട് ഇമ്പ്രൂവ് ആകാൻ കഴിയുന്നത് ചിലരൊക്കെ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാണ്. ഇങ്ങനെ എഴുതുന്നതിൽ എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ തന്നെ പലപ്പോഴും എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ ചെറിയമുള്ള മെത്തോളസാക്ക് അദ്ദേഹം വലിയ ഒരു കവിയാണ്. കവിത മാത്രമല്ല പലതും എഴുതിയിട്ടുണ്ട്. ലേഖനങ്ങളായിട്ടും മറ്റ് ഒരുപാട് 60-65 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഖുർആന്റെ പരിഭാഷ കവിതയിലൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. വലിയ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരാളല്ല. ഞാൻ ഒരു വെറും ശിശുവാണ് അദ്ദേഹത്തിന് മുമ്പിൽ. അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ ചിലതൊക്കെ കാണുന്ന സമയത്ത് എന്നെ എഴുതി അറിയിക്കാറും വിളിച്ചിട്ട് പറയാറുണ്ട് അതങ്ങനെ പാടില്ല, ശരിയല്ല എന്നൊക്കെ. അപ്പോൾ വലിയ സന്തോഷമാണ് തോന്നുക എനിക്ക് മനസ്സിൽ. തീർച്ചയായിട്ടും. അതുപോലെ കാനേഷ് പൂന്നൂര്, ബാപ്പു വള്ളിപ്പറമ്പ് ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടാൽ വിളിച്ച് പറയാറുണ്ട്. നമ്മളെ ക്രിറ്റിസൈസ് ചെയ്താലും നമുക്കത് അവരൊക്കെ ക്രിറ്റിസിസത്തിന്റെ ശൈലി അങ്ങനെയാണ്. നല്ലതും അല്ലാത്തതും പറയും, രണ്ടും പറഞ്ഞു തരും. അത് ഇമ്പ്രൂവ് ചെയ്യണം, ഇനി അങ്ങനെ ആവർത്തിക്കരുത്, ശ്രദ്ധിക്കണം ഇനി എഴുതുമ്പോൾ എന്നൊക്കെ രൂപത്തിലാണ്. അത് വലിയ ഇഷ്ടമാണ്. ആക്ഷേപിക്കുന്നതാണ് തെറ്റ്. വിമർശനം എപ്പോഴും ക്രിയാത്മകമായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം, ആരെ വിമർശിച്ചാലും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ വിമർശനങ്ങൾ പലരും ഇഷ്ടപ്പെടാത്തത് ആ രൂപത്തിൽ പറയുന്നത് കൊണ്ടാണ്, പറയുന്നതിന് ആ ശൈലി നന്നാവാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക്. അതെ. ഇപ്പോൾ കാരുണ്യ സാമൂഹികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് സലാംക്ക. ഈ ഒരു പ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ അർഹരായവർക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അനർഹരായവരിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ടോ? എങ്ങനെയാണ് അത് വിലയിരുത്താറുള്ളത്? അപ്പോൾ അത് ഞാൻ തന്നെ നേതൃത്വം നൽകിയിട്ട് എനിക്കറിയാവുന്നവർക്കൊക്കെ അതിൻ്റെ വിവരിച്ചുകൊണ്ട് എഴുതും. ഞാനും ഗൾഫിലേക്കും നാട്ടിൽ തന്നെയുള്ള വ്യക്തികളും അങ്ങനെ ഒരു വലിയ MA യൂസ്ഫലി അടക്കം അങ്ങനെയുള്ള വലിയ ഒരു വിഭാഗവുമായിട്ട് എനിക്ക് നല്ല അടുത്ത് ടച്ചാണ്. അവരെയൊക്കെ നേരിട്ട് പരിചയമുള്ളത് കൊണ്ടും ഇടയ്ക്കൊക്കെ നേരിട്ട് കാണുന്നവരായതുകൊണ്ടും ഞാൻ അതിൻ്റെ എന്താണ് ആ വസ്തുത എന്ന് വെച്ചാൽ എഴുതും. ഇപ്പോൾ ഒരാൾക്ക് ഒരു പ്രത്യേക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പേജോ 1/2 പേജോ ഒരു ഖണ്ഡിക യുക്തം പോലെ അതിനെപ്പറ്റി എഴുതിയിട്ട് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കും. ആർക്കാണോ അത് ചെയ്യേണ്ടത് അവരുടെ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ അവരുടെ GPay നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും അയച്ചു കൊടുക്കും. പക്ഷെ പലരും അതൊക്കെ അയച്ചു കൊടുത്താലും എൻ്റെ നമ്പറിലേക്ക് തന്നെയാണ് അയക്കുക, നിങ്ങളതിനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അയക്കുക. ചിലരൊക്കെ നേരിട്ട് അയച്ചു കൊടുക്കും. പക്ഷേ ഞാൻ ഇന്നോളം അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അത് എണ്ണി പറയുന്നത് ശരിയല്ല, ഒരുപാട് പേരെ ചെയ്യാൻ കണക്കിൽ അങ്ങനത്തെ പലർക്കും വീടുണ്ടാക്കാനും പലർക്കും കുട്ടികളെ കെട്ടിക്കാനും പലരും രോഗികളായി മാറിയിട്ട് അവരെ ചികിത്സിക്കാനും പലരും ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് ചെയ്യാനും ഒക്കെ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റംസാന് പോലും ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ പലരിൽ നിന്നും സംഘടിപ്പിച്ചിട്ടും സ്വന്തമായിട്ടും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. നമുക്ക് ആശയിലോട്ടൊന്നും കൂടെ വരാം. ആശയുടെ ഒരു രൂപീകരണം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു ഫുൾ ഫോം വന്നിട്ട് എന്താ? ആശയുടെ ഫുൾ ഫോം അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് എന്നാണ്. അതിൻ്റെ ചുരുക്കമാണ് അസോസിയേഷൻ A, സോഷ്യോ മ്യൂസിക്കൽ S, ഹ്യൂമാനിറ്റേറിയൻ H, അസോസിയേഷൻ ASHA. അങ്ങനെയാണ് നമ്മൾ ആശ എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ 2 മാസം മുമ്പ് വരെ, തുടക്കം മുതൽ. ദീർഘനാൾ 2010 ഞങ്ങളത് രൂപീകരിച്ചത്. 11 രജിസ്റ്റർ ചെയ്യുന്നു. 11 2-ാമത്തെ മാസം 3-ാമത്തെ മാസം രജിസ്റ്റർ ചെയ്യുന്നു. അന്നു മുതൽ ഈ 2024 വരെ ഞാൻ തന്നെയാണ് ജനറൽ സെക്രട്ടറി. ഈസൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രസിഡന്റ്. ഈ വർഷം ഒരു മാറ്റം വന്നു. എൻ്റെ സ്ഥാനത്ത് നൗഷാദ് അരീക്കോടാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഈസക്കാനെ കൂടുതൽ പഴയതുപോലെ ഇപ്പോൾ കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ഖത്തറിലുള്ള K മുഹമ്മദ് ഈസ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞു പോകും. അത്രക്കും മതിയാവില്ല. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട വളരെ അപൂർവം റോൾ മോഡൽ വ്യക്തികളിൽ ഒരാളാണ് ഈസക്ക.
പ്രത്യേകിച്ചും കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഈസക്കയും MA യൂസുഫ് അലി സാഹിബുമാണ്. MA യൂസുഫ് അലി സാഹിബുമായിട്ട് എനിക്ക് 1980 മുതൽ പരിചയമുണ്ട്. അദ്ദേഹത്തെ ദീർഘകാലമായി പരിചയമുണ്ട്. അത് വളരെ വലിയ ഒരു അടുപ്പമാവുകയും ഒരു കുടുംബത്തിലെ അംഗം പോലെ ഞാൻ അവിടുന്ന് പോരുന്നത് വരെയും ഇപ്പോഴും ആ ബന്ധം നിലനിന്ന് പോന്നിട്ടുണ്ട്. 100 കണക്കിൽ അവസരങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ പല സഹായങ്ങൾക്കും വേണ്ടിയും എൻ്റെ വ്യക്തിപരമല്ല, ഇങ്ങനെ സോഷ്യൽ ലൈഫിൽ കാരുണ്യ പ്രവർത്തനങ്ങളും പിന്നെ സാമൂഹ്യ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ടും ഒറ്റക്കും വേറെ ചില ആൾക്കാരെ കൂട്ടിയിട്ടുമൊക്കെ. ഇന്നേ വരെ ഒരു കാര്യത്തിനും അദ്ദേഹം നോ എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോൾ ചെന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ലക്ഷങ്ങൾ കൂടുതലാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. കാര്യം ചോദിച്ചറിയും, എന്താണ് ഏതാണെന്ന് ചോദിച്ചറിയും. അത് അപ്പം തന്നെ അപ്പം ഒരു 10 ലക്ഷം രൂപ ഒരു സംഗതിക്ക് അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ, ഞാൻ അതിലേക്ക് ഒരു 10 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അക്കൗണ്ടൻറ്റിനെ വിളിച്ചിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയും, ഒരു 10 ലക്ഷത്തിൻ്റെ ചെക്ക് സലാംക്കാക്ക് ഇപ്പം തന്നെ എഴുതി കൊടുക്കും. അതേ സ്വഭാവം തന്നെ, അത്രയും വ്യാപ്തിയില്ല. അവർ തമ്മിൽ ആ രൂപത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. MA യൂസുഫ് അലി സാഹിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ മലയാളികളിൽ മറ്റാർക്കും എത്താൻ കഴിയാത്ത അത്രയും അത്യുന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ യൂസുഫ് അലി സാഹിബ്. എന്നാൽ അതിൻ്റെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒന്നുമില്ല. വളരെ ലളിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അത്തരം അഹങ്കാരമൊന്നും അദ്ദേഹം വെച്ച് സൂക്ഷിക്കുന്നില്ല. മതപരമായിട്ട് നല്ല വിവരമുള്ള ഒരാളാണ്. ഒരു പിന്നെ മതേതര സ്വഭാവമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പല സംഗതിക്കും പോയിട്ടുള്ളതൊന്നും മുസ്ലിങ്ങളുടെയോ അതായിട്ട് ബന്ധപ്പെട്ടതോ അല്ല. കൂടുതലും ഞാൻ പോയിട്ടുള്ളതൊക്കെ മറ്റു മതക്കാരുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. അതൊക്കെ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ എല്ലാറ്റിനും ചെയ്യും. എന്തിനു വേണ്ടി ചെന്നോ അതിൻ്റെ ജെന്യൂനിറ്റി മാത്രം അദ്ദേഹം പരിശോധിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ആരാണ് എന്താണ് എന്നൊന്നും അധികം പരിശോധിക്കാറില്ല. ഈ 2 വ്യക്തികളിൽ പ്രധാനമായ ഒരാളാണ് ഈ ഈസക്ക എന്ന് പറഞ്ഞ K മുഹമ്മദ് ഈസ എന്ന് പറഞ്ഞു. അദ്ദേഹം ഖത്തറിലെ ഒരു എന്താ പറയുക വ്യവസായിയാണ്, മലയാളി വ്യവസായിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യവസായികളിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കാണും. ഇപ്പോൾ MA യൂസുഫ് അലി സാഹിബ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ പ്രവർത്തിക്കാനും ഓടി നടക്കാനും അദ്ദേഹത്തിന് കഴിയില്ലല്ലോ, ഇമ്പോസിബിളാണ് അദ്ദേഹത്തിന്. രണ്ടും 2 ലൈഫാണല്ലോ. ഇദ്ദേഹം ആ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് മാറ്റി വെച്ചിട്ട് നമ്മളെ കൂടെ ഇറക്കും. എന്നിട്ട് നമുക്ക് അവിടെ ആവശ്യം നിർവഹിച്ച് നമുക്ക് ബൈ ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞ് എയർപോർട്ട് കൊണ്ടുവന്നാക്കിയതിന് ശേഷം പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവക്കാരാണ്. ഇപ്പം നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മൂപ്പര് കുറേ ലീസ്റ്റ് അവിടെ നിന്ന് ഉണ്ടാക്കിയാണ്ടാണ് വരിക. അവിടെ ഇന്നത് കൊടുക്കണം, ഇവിടെ ഇന്നത് കൊടുക്കണം, ആ ആളെ കാണണം. ഇവിടുത്തെ എല്ലാ നല്ല CH സെൻ്റർ ആവട്ടെ, തണലാവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ജീവകാരുണ്യ സംഘടനകളുണ്ടല്ലോ, അത് ഏറ്റവും അടുത്ത ബന്ധമാണ് അവർക്ക്. അങ്ങനെ പിന്നെ കുറേ വ്യക്തികളുടെ ഒക്കെ ലീസ്റ്റ് ആയിട്ടാണ് വരിക നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ അത് ഇവർക്കൊക്കെ കൊടുക്കാനുണ്ട്. ചിലപ്പം കംപ്ലീറ്റ് എന്നെ ഏൽപ്പിച്ചിട്ട് പോകും, ചിലപ്പം എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടേറ്റ് പോകും. അങ്ങനെ കുറേ ഇവിടെ വന്നിട്ടും കുറേ കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിടക്ക് ഒരിക്കൽ എന്നോട് അദ്ദേഹം തന്നെ പറയുക ചെയ്തത്, ഞാനിങ്ങനെ പലർക്കും പലതും ചെയ്യുന്നുണ്ട്, അത് പലതും അർഹിക്കാത്തവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രയും അന്വേഷിച്ചറിയാനും എനിക്ക് സമയം ഈടായിട്ട് തീരെ കിട്ടുന്നില്ല. അതുകൊണ്ട് സലാംക്ക കഴിയുമെങ്കിൽ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, എന്ത് ഹെൽപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞ്, ഞാൻ എന്തൊക്കെ സംഭാവനകളായിട്ടോ മറ്റ് സഹായങ്ങളായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റി എത്രമാത്രം അത് അർഹിക്കുന്നവർക്കാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പേഴ്സണലായിട്ടൊരു എൻക്വയറി നടത്തിയിട്ട് പിന്നെ ആ റിപ്പോർട്ട് എനിക്കൊന്ന് തരണം. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുള്ളൂ, അത് നിങ്ങളൊന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ ഈസക്ക, അതിനെന്താ പ്രശ്നമുള്ളത്? അതിന് മാത്രമല്ല, നമുക്ക് വളരെ അടുത്ത കുറച്ച് സ്നേഹിതന്മാരും ഇവിടെ ഉണ്ട്. ഫൈസൽ എളിയറ്റിലോ അല്ലെങ്കിൽ കാനേഷ് പൂനൂരോ അല്ലെങ്കിൽ പ്രകാശോ അല്ലെങ്കിൽ നൗഷാദ് അരീക്കോടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്നേഹിതന്മാരും നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. അവരൊക്കെ അതിൽ താല്പര്യമുള്ള ആൾക്കാരും നല്ല ആൾക്കാരുമാണ് എന്ന് പറഞ്ഞപ്പം വലിയ സന്തോഷമായി ഈസക്കൊക്കെ. അങ്ങനെ അതിൻ്റെ അടുത്ത വരവിന് മൂപ്പര് പറഞ്ഞു, എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടണം, നമുക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ തന്നെ
ഒരു 10-15 പേരെ വിളിച്ചു കൂട്ടി അവിടെ ഇരുന്നു കൊണ്ട് ഈ ഓഫീസിൽ ഫോക്കസ് മാളിൻ്റെ ഓഫീസിൽ ഇരുന്ന് രൂപീകരിക്കപ്പെട്ടതാണ് ആശ എന്ന സംഘടന. എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ഒരു മാതൃക സംഘടന, സംശയമില്ല. കാരണം കാരുണ്യം കലയിലൂടെ എന്നുള്ളതാണ് നമ്മുടെ സ്ലോഗൻ, നമ്മുടെ മുദ്രാവാക്യം. ഈ കാരുണ്യം കലയിലൂടെ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു മുദ്രാവാക്യമാണെങ്കിൽ സലാംക്കായുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത്രയും കാലം എവിടെയായിരുന്നു ഈ പാട്ടുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചത്? എന്താ കാരണം എന്ന് വെച്ചാൽ ഈ അടുത്താണ് ഇതൊക്കെ പാടെ പുറത്തേക്ക് വന്നത്. അതെങ്ങനെയാണ് അത് ഒളിപ്പിച്ചു വെച്ചത് എന്നുള്ളത്. അതുകൊണ്ടാണ് തമാശയായിട്ട് സുഹൃത്തുക്കളൊക്കെ യുവകവി എന്ന് വിളിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യുവകവി എന്നാണ് വിളിക്കാറ്. 78 വയസ്സായി എനിക്കിട്ടോ. 78 വയസ്സിലും വളരെ ചെറുപ്പം കാത്തു സൂക്ഷിച്ച് പ്രണയാതുരമായ ഒരുപാട് കവിതകൾ എഴുതി, പാട്ടുകൾ എഴുതി, ആളുകൾക്ക് വളരെ എന്താ സലാംക്ക പറയുക, സലാംക്കയുടെ ജീവിതം തന്നെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയ വലിയൊരു ജീവിതം തന്നെയാണ് സലാംക്ക നയിച്ചുകൊണ്ടിരിക്കുന്നത്. കലാരൂപം ആണെങ്കിലും സാഹിത്യം, അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ, ബിസിനസ് രംഗത്താണെങ്കിലും എല്ലാ കാര്യങ്ങളിലും സലാംക്ക ഒരു വലിയൊരു മാതൃകയാണ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച സലാംക്കക്ക് എല്ലാവിധ ആശംസകളും നേരുക. ഇനി ഭാവിയിൽ മറ്റെന്തെങ്കിലും പ്ലാനുകൾ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ്? പേഴ്സണലല്ല, സംഘടനാപരമായി പലതും ചെയ്യുന്നുണ്ട്. ചില സംഘടനകൾ, മലബാർ മൈൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അത് സ്വന്തമായിട്ട് അതിന് ഭൂമി തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ. അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഒരു ആസ്ഥാനം നിർമ്മിക്കണം എന്നുണ്ട്. അതും ഒരു ചാരിറ്റി സംഘടനയാണ്. എരഞ്ഞോളി മൂസയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഫൈസൽ മാഷ്, അദ്ദേഹം ഫൈസൽ എളേറ്റ് അതിൻ്റെ ചെയർമാനാണ്, ഞാനതിൻ്റെ വൈസ് ചെയർമാനാണ്. വെരി ഗുഡ്. പിന്നെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു നവാസ് കിച്ചേരി എന്ന് പറയുന്ന ആള്, നവാസ് കച്ചേരി, അദ്ദേഹമാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. അതിനുവേണ്ടി ഞങ്ങളൊരു സ്ഥലം ഏകദേശം അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ താഴെ ചൊവ്വ ഒരു 25 സെൻറ്റ് സ്ഥലം. അവിടെ ഒരു ആസ്ഥാനം നിർമ്മിക്കാനുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലാണ്. 1-2 വട്ടം ഗൾഫിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനിയും പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വെറും ചില സംഘടനകൾക്കൊക്കെ അങ്ങനെ ചില രൂപം നൽകാനും കൂടുതൽ കെട്ടുറപ്പോടെ കൊണ്ടുപോകാനും ഒക്കെയുള്ള ഈവൺ അലൈൻ റിട്ടേണീസ് അസോസിയേഷൻ എന്നൊരു സംഘടന ഇവിടെ വന്നതിന് ശേഷം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അലൈനിൽ നിന്ന് ദീർഘകാലം അവിടെ ജോലി ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു വന്നവരുടെ ഒരു സംഘടന. അതിൻ്റെ മെമ്പർമാരെല്ലാവരും ഒരു കാലത്ത് അലൈനിൽ ജോലി ചെയ്തവരോ അവിടെ ജീവിച്ചവരോ അവിടെ ബിസിനസ് ചെയ്തവരോ ഒക്കെയാണ്, അല്ലാത്തവരോ ആരുമില്ല. അതുകൊണ്ടാണ് അലൈൻ റിട്ടേണീസ് അസോസിയേഷൻ, അറ എന്നാണ് അതിൻ്റെ ഞങ്ങൾ വിളിക്കാറ്. അത് 2013 രൂപീകരിച്ചു. വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുന്നുണ്ട്. 500-ലധികം മെമ്പർമാരുണ്ട് അതിലിപ്പോൾ. ഞാൻ അതിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റാണ്. ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. എല്ലാം ഭംഗിയായിട്ടും നല്ല രൂപത്തിലും ആശിച്ച പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സലാംക്ക, താങ്ക് യു. ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ഇങ്ങനെ ഒരു ഈ എളിയ സലാംക്കാക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി പ്രോത്സാഹനം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സജീവമായിട്ട് ബിസിനസ് മേഖലയിലാണെങ്കിലും കാരുണ്യ പ്രവർത്തന മേഖലയിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും വളരെ സജീവമായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് സലാംക്ക. ഇന്ന് നമ്മളോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ട് പറഞ്ഞു ഇതിലൊന്നും വലിയൊരു പ്രശസ്തി നേടിയിട്ടില്ലാത്ത ആളാണെന്ന്. പക്ഷേ നമുക്കറിയാം വളരെ പ്രശസ്തനായിട്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് സലാംക്ക. അദ്ദേഹം നമ്മളോട് ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെയും അതുപോലെ പ്രവാസ ലോകത്തെയും കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച് വളരെ നന്ദി സലാംക്ക. ഒത്തിരി നന്ദി. പ്രേക്ഷകരെ, നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി.